ഹലോ ഓൾ. ഇന്ന് കേരള പഴനി എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ പുത്തൂരിലുള്ള ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ്. ഈ കാണുന്ന സ്റ്റെപ്പുകൾ കണ്ടോ, 239 പടവുകളുണ്ട്. പഴനി ക്ഷേത്രത്തിന് സമാനമായ രീതിയിൽ ഒരു കുന്നിന്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഴനി ക്ഷേത്രത്തിന്റെ ഒരു പ്രസക്തി ഉൾക്കൊണ്ട് ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന ഒരു ടെമ്പിളാണിത്. ഈ കാണുന്നതാണ് അടിവാരത്തുള്ള അടിവാരം ഗണപതി കോവിൽ. ഇതിന്റെ വലതുഭാഗത്തായിട്ടാണ് വഴിപാട് കൗണ്ടർ വരുന്നത്. ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മഴക്കാല സമയത്തായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ രാവിലെയാണ് വരാറുള്ളത്. ഈവനിങ്ങിൽ ഈ ഒരു ടെമ്പിൾ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2025 ടെമ്പിളിന് വന്നൊരു മാറ്റങ്ങളും കൂടി കാണാമെന്ന് കരുതി. സന്ധ്യാസമയത്തുള്ള ഒരു സൂര്യപ്രകാശത്തിൽ ഈ കാണുന്ന പടികളും ഗോപുരമൊക്കെ നല്ല ഗോൾഡൻ കളറിൽ ഗ്ലേസ് ചെയ്യുന്നത് പോലൊരു എഫക്റ്റ് തോന്നിക്കും. മഴക്കാല സമയത്ത് ഇവിടെ വേറൊരു ആംബിയൻസ് ആണ്. ഈ സ്റ്റെപ്പുകളിൽ കൂടെ മേലെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു സമയത്ത് കാണാൻ. ഈ ഈവനിങ് സമയത്ത് ഞാൻ ഫസ്റ്റാണ് വരുന്നത്. ഇനി സ്റ്റെപ്പ് കയറാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിനപ്പുറത്തൊരു വഴിയുണ്ട്. അതുവഴി മേലെ കയറി ഡയറക്റ്റ് ആയിട്ട് ക്ഷേത്രത്തിലോട്ട് പോവാം. ഇപ്പം ഈ സ്റ്റെപ്പുകളുടെ ഒരു മിഡിൽ പോർഷനിലാണ്. സൂര്യാസ്തമയത്തിന്റെ ഒരു ടൈമാണ്. ഇതിന്റെ ടോപ്പിൽ നിന്ന് ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ആ ഒരു വ്യൂ കാണാം. ഇനിയൊരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചോജം ചേരി എന്നീ 2 വാക്കുകളിൽ നിന്നാണ് ചോച്ചേരിക്കുന്ന് എന്നുള്ളൊരു പദം ഉണ്ടായത്. ചോജം എന്ന് പറഞ്ഞാൽ മരൂരി എന്നാണ് അർത്ഥം. മരൂരികൾ ധരിച്ച സപ്തർഷികൾ തപസ് ചെയ്ത ചേരി എന്ന വാക്കിൽ നിന്നാണ് ഈ ഒരു പദം ഉണ്ടായത്. പിന്നെ സ്കന്ദപുരാണത്തിൽ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നതായി പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് ചിന്മയാനന്ദ സ്വാമികളാണ്. ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം, പ്രത്യേകതകൾ, വഴിപാട് വിവരങ്ങൾ, ഉപദേവ പ്രതിഷ്ഠകൾ ഇതെല്ലാം ഉൾപ്പെടുത്തി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഇത് കണ്ടോ, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന ഒരു കാഴ്ചയാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്നു. പഴനി ക്ഷേത്രവുമായിട്ട് ഇവിടുത്തെ രീതികൾക്ക് ഒരുപാട് സമാനതകളുണ്ട്. തലമുണ്ടനം, കാവടിയെടുത്ത് മല കയറൽ, പാലഭിഷേകം ഇതൊക്കെ ഇവിടത്തെയും പ്രധാന വഴിപാടുകളാണ്. തലമുട്ടടിക്കുന്നതിനുള്ള മുണ്ടനപ്പുരത് അവിടെ വലതുഭാഗത്തായിട്ടാണ്. ടെമ്പിളിലോട്ട് വരുന്നവർക്ക് അടിവാരത്ത് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി ഒരു സ്റ്റെപ്പുകൾ കയറാൻ താല്പര്യമില്ലാത്തവർക്ക് മറ്റൊരു വഴിയിലൂടെ വന്നാൽ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യാം. അങ്ങനെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഈ ഒരു വഴിയിലൂടെ ഡയറക്റ്റ് അമ്പലത്തിലോട്ട് പോകാവുന്നതാണ്. ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ആൽമരം ഉണ്ട് കേട്ടോ. ഇതിന്റെ വലതുഭാഗത്തായിട്ടാണ് വഴിപാട് കൗണ്ടർ വരുന്നത്. പഴനി ക്ഷേത്രത്തിന് സമാനമായിട്ടുള്ള ഒരുപാട് വഴിപാടുകൾ ഇവിടെ കാണാം. പിന്നെ തലമുണ്ടനം ചെയ്യുന്ന വഴിപാട് രാവിലെ മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ. വഴിപാടുകൾ ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ടെമ്പിളിലുണ്ട്. പിന്നെ ഇതൊരു ബസ് റൂട്ട് ആയത് കാരണം ബസ് മാർഗവും ഈ ഒരു ക്ഷേത്രത്തിലോട്ട് എത്താവുന്നതാണ്. കേരള പഴനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ നേരെ മുന്നിലാണിപ്പോൾ. പഴനി ക്ഷേത്രത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ക്ഷേത്രത്തിനെയും ഒരുക്കുന്നതിനായിട്ടുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു 2025 ഇതിന്റെ വർക്കുകളൊക്കെ ഏറെക്കുറെ പൂർത്തിയായിട്ടുള്ള നിലയിലാണ്. ഈ ഒരു ഗോപുരത്തിന്റെ പണി പൂർത്തിയായ ശില്പങ്ങളും പെയിന്റിങ്ങുകളൊക്കെ ഇവിടെ മൂടി വെച്ചിരിക്കുകയാണ്. ഈ വരുന്ന കുംഭമാസം പൂയ നാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ മഹോത്സവം. അതായത് ഈ വരുന്ന മാർച്ച് 10-ാം തീയതി. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് 100% കംപ്ലീറ്റ് ആവുമെന്നാണ് കേട്ടത്. ചുറ്റമ്പലത്തിനകത്ത് നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ ഇവിടെ കാവടി എടുത്ത് വലം വയ്ക്കുന്നതിനായുള്ള കാവടികളെല്ലാം കാണാം. അങ്ങനെ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 6:30 ആവാറായി. ഇനിയിപ്പോൾ ഇവിടുത്തെ ആ ഒരു സൺസെറ്റിന്റെ ഒരു ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഈ ഒരു കുന്നിന്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ അടിവാരത്ത് സൂര്യനൊരു പൊട്ട് പോലെ കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിട്ടുണ്ട് കേട്ടോ. ഫോണിന്റെ ഒരു ക്യാമറ വെച്ച് നമുക്ക് ഇത്രേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ നിന്ന് അത് നോക്കി കാണുമ്പോഴാണ് അതിന്റെ ഒരു ബ്യൂട്ടി ശരിക്കും മനസ്സിലാവുന്നത്. മേഘങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന നല്ല ക്ലിയർ അന്തരീക്ഷത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നാണ് ഇവിടുന്ന് ചില ആളുകളിൽ നിന്ന് പറഞ്ഞു കേട്ടത്. കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഒന്ന് ചെറുതായിട്ട് ഇരുട്ടിയതിന് ശേഷമാണ് ഈ ഒരു പടികൾ ഇറങ്ങാൻ തുടങ്ങുന്നത്. ഇവിടുത്തെ ലൈറ്റിൽ ഈ നീണ്ട പടവുകൾ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നേരത്തെ കയറി വരുമ്പോൾ കണ്ട ആ ഒരു ഗോപുരത്തിന്റെ പുറകുവശം കണ്ടോ. ഇവിടുത്തെ ഒരു ശില്പ ഭംഗി പ്രകാശത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന പോലെ തോന്നിക്കും. സമയം 6:45 ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേരള പഴനിയുടെ 2025 ഫെബ്രുവരി മാസത്തിലെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത മാസത്തിലെ പൂയം കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.